സാക്ഷാത്കാരം പൂവണിയാൻ പൂരിതമാം പാതയിതാ സാത്വികരായ പണ്ഡിതരാൽ പ്രഭയേകും സദയം സുവർണ ചരിതം തീർത്തവരാ സുസജ്ജമായി നിന്നവരാ സാമോദം കുതിച്ചിടലായി അലയൊലികൾ തീർത്ത് പാതയതില്ലംഗം SYS ധ്വനി ഏറെ കരുത്തേകുന്നണി ഏകും സുന്നത്തിൻ കനി ഏറ്റം സലാമത്താം കണി സാദാത്യങ്ങളെ തണലതിലായി സാവേശം സുന്നികളായി സാക്ഷികളായിടും സച്ചരിതർ സുരബിലമാക്കിവിടം സഹനത്തിന്റെ നൗകയിലായി സാഹസമായി നീങ്ങിടലായി സുഹൃത്ത വീജികൾ താണ്ടിതാ സമസ്തയും നിരതം SKSSFും SKSBBയും SKSSFും SKSBBയും സുന്നികൾക്കഭിമാന സംഘം ശാശ്വത പാതയതില്ലംഗം SYS ധ്വനി ഏറെ കരുത്തേകുന്നണി ഏകും സുന്നത്തിൻ കനി ഏറ്റം സലാമത്താം കണി SYS ധ്വനി ഏറെ കരുത്തേകുന്നണി ഏകും സുന്നത്തിൻ കനി ഏറ്റം സലാമത്താം കണി ഇതിഹാസങ്ങൾ രചിച്ചവരാ ഇതളുകളായി വിരിഞ്ഞവരാ ഇതിഹാസങ്ങൾ രചിച്ചവരാ ഇതളുകളായി വിരിഞ്ഞവരാ ഈ സമക്ഷം വന്നു ചേരൂ ഈമാനിൻ മധുവും നുകരൂ SYS ധ്വനി ഏറെ കരുത്തേകുന്നണി ഏകും സുന്നത്തിൻ കനി ഏറ്റം സലാമത്താം കണി SYS ധ്വനി ഉന്നാര നേതാക്കൾ പൊടിയെടുത്തൊരു പ്രസ്ഥാനം പൂർവീക സുരികൾ പൊടിയെടുത്തൊരാസ്ഥാനം മശഹൂറ നേതാക്കൾ സമസ്തയെന്നൊരു പേരിട്ട അത് കേട്ട് മനതാരിൽ ഈമാനിന്റെ അല തീർത്ത് സത്യത്തിനുള്ളിൽ ദിക്കുകളൊക്കെ ശോഭനമാക്കിയ പുണ്യ സമസ്ത ഇതാ സത്യത്തിനുള്ളിൽ ദിക്കുകളൊക്കെ ശോഭനമാക്കിയ പുണ്യ സമസ്ത ഇതാ ഉന്നാര നേതാക്കൾ പോറ്റിയെടുത്തൊരു പ്രസ്ഥാനം പൂർവീക സുരികൾ പോറ്റിയെടുത്തൊരാസ്ഥാനം പതിയുസ്താദും കോട്ടുമലയും തേരുതളിച്ചൊരു സംഘമിത് കണ്ണിയത്തും ശൈഖുന ശംസുൽ ഉലമയിൽ നിന്നൊരു പാത ഇത് പതിയുസ്താദും കോട്ടുമലയും തേരുതളിച്ചൊരു സംഘമിത് കണ്ണിയത്തും ശൈഖുന ശംസുൽ ഉലമയിൽ നിന്നൊരു പാത ഇത് പണ്ഡിതരെല്ലാം പ്രാർത്ഥിച്ച്
പാതയിൽ ഏറെ വിജയം കണ്ടു നമ്മൾ മുന്നോട്ട്. ശാന്തി സമാധാനത്തിൻ പാത കാട്ടി സമസ്ത മുന്നോട്ട്. ശാശ്വത പാതയിൽ ഏറെ വിജയം കണ്ടു നമ്മൾ മുന്നോട്ട്. വീരിതരായൊരു നേതാക്കൾ വിനയം തീർത്ത മഹാത്മാക്കൾ, വീരിതരായൊരു നേതാക്കൾ വിനയം തീർത്ത മഹാത്മാക്കൾ, സയ്യിദരായവരൊക്കെ തങ്ങൾ പാകി വളർത്തിയ ശോഭന സംഗമിതാ, സയ്യിദരായവരൊക്കെ തങ്ങൾ പാകി വളർത്തിയ ശോഭന സംഗമിതാ. ഉന്നാര നേതാക്കൾ ഓടിയെടുത്തൊരു പ്രസ്ഥാനം, പൂർവീക സൂരികൾ ഊറ്റിയെടുത്തോരാസ്ഥാനം. മശഹൂറാ നേതാക്കൾ സമസ്തയെന്നൊരു പേരിട്ട, അത് കേട്ട് മനതാരിൽ ഈമാനിന്റെ അല തീർത്ത് സത്യത്തിനുള്ള ദിക്കുകളൊക്കെ ശോഭനമാക്കിയ പുണ്യ സമസ്ത ഇതാ. സത്യത്തിനുള്ള ദിക്കുകളൊക്കെ حمدا يوافي نعمه ويكافي مزيدا. اللهم صل وسلم وبارك وزد على رسولك سيدنا محمد وعلى آله وأصحاب رسولك سيدنا محمد. اللهم إنا نسألك بأسمائك الحسنى وبحق جميع صفاتك السنية وكلماتك العلية ومواهبك الجلية وبحق نبينا محمد صلى الله عليه وسلم وملائكة الله المقربين والأنبياء والمرسلين وأصحاب رسول الله وأزواج رسول الله وأولاد رسول الله وأصحاب الأعباء والأئمة الأربعة المجتهدين. بسم الله الرحمن الرحيم. يسألونك عن الشهر الحرام قتال فيه، قل قتال فيه كبير وصد عن سبيل الله وكفر به والمسجد الحرام وإخراج أهله منه أكبر عند الله والفتنة أكبر من القتل ولا يزالون يقاتلونكم حتى يردوكم عن دينكم إن استطاعوا ومن يرتد منكم عن دينه كافر فيمت وهو كافر فأولئك حبطت أعمالهم في الدنيا والآخرة وأولئك أصحاب النار هم فيها خالدون. إن الذين آمنوا والذين هاجروا وجاهدوا في سبيل الله أولئك يرجون رحمة الله والله غفور رحيم. يسألونك عن الخمر والميسر قل فيهما إثم كبير ومنافع للناس
وإثمهما أكبر من نفعهما ويسألونك ماذا ينفقون قل العفو كذلك يبين الله لكم الآيات لعلكم تتفكرون صدق الله العظيم. السلام عليكم. السلام عليكم ورحمة الله. بسم الله والحمد لله والصلاة والسلام على أفضل رسول الله وعلى آله الفائزين برضا الله. أما بعد. അഭിവന്ദനും ജാമിയ യമാനിയ അറബി കോളേജിൻ്റെ പ്രിൻസിപ്പളും നമ്മുടെയൊക്കെ പ്രിയങ്കരനുമായ ബഹുമാനപ്പെട്ട സയ്യിദ് മുഹമ്മദ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ അവറുകളെ, സമസ്ത കേരള ജമിയത്തുൽ ഉലമായുടെ കേന്ദ്ര മുശാവറ അംഗവും ഈ പ്രദേശത്തുകാർക്കേറെ സുപരിചിതനുമായ ബഹുമാനപ്പെട്ട ഉമർ ഉസ്താദ് അവറുകളെ, നമ്മുടെയൊക്കെ പ്രിയങ്കരനും പെരിങ്ങത്തൂരിലെ ദീർഘകാലമായ മുദരിസുമായ ബഹുമാനപ്പെട്ട KP അബൂബക്കർ ഫൈസി ഉസ്താദ് അവറുകളെ, ഇന്നിൻ്റെ അനുഗ്രഹീത പ്രഭാഷകൻ നമ്മുടെയൊക്കെ പ്രിയപ്പെട്ട ബഹുമാന്യനായ അബ്ദുസമദ് പൂക്കോട്ടൂർ, ജാമിയ യമാനിയ കേന്ദ്ര കമ്മിറ്റിയുടെ ജനറൽ സെക്രട്ടറി RV കുട്ടി ഹസൻ ദാരിമി, നമ്മുടെയൊക്കെ പ്രിയങ്കരനും കണ്ണിലുണ്ണിയുമായിരുന്ന പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളുടെ പ്രിയപ്പെട്ട മകൻ്റെ മകൻ സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ അവറുകളെ, ബഹുമാനപ്പെട്ട സയ്യിദ് ഹാഷിം ജിഫ്രി തങ്ങൾ അവറുകളെ, ബഹുമാന്യനായ ആദിൽ ഹൈത്തമി ഉസ്താദ് അവറുകളെ, റസാഖ് ഹൈത്തമി ഉസ്താദ് അവറുകളെ, ബഹുമാന്യനായ ഹാഫിദ് സലാം ദാരിമി കിണവക്കൽ, വേദിയിൽ ഉപവിഷ്ടരായ ബഹുമാന്യനായ കവി സൂപ്പി മാസ്റ്റർ, അബ്ദുള്ള മാസ്റ്റർ, KK സൂപ്പി ഹാജി, ബഹുമാന്യനായ AP ഇസ്മായിൽ ഹാജി, ഗഫൂർ മുരശ്ശേരി, സദസ്സിലും വേദിയിലുമൊക്കെ ഈ സ്ഥാപനത്തിലെ പ്രധാന അധ്യാപകൻ ബഹുമാനപ്പെട്ട ഉസ്മാൻ ദാരിമി, എൻ്റെ പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, സഹോദരിമാരെ, സഹോദരന്മാരെ, മുത്തഅല്ലിം സുഹൃത്തുക്കളെ, അള്ളാഹുവിൻ്റെ അപാരമായ അനുഗ്രഹം കൊണ്ട് നമ്മുടെ ഈ പ്രദേശത്തിൻ്റെ വലിയ ആഘോഷമായി മാറിയ യമാനിയ തുവക്കുന്നിൻ്റെ 7ാം വാർഷിക ഹിഫ്ള് പൂർത്തിയാക്കിയ വിദ്യാർത്ഥികളുടെ സന്നദ്ധാന സമ്മേളനത്തിന് ഇന്നിവിടെ സമാപ്തി കുറിക്കുകയാണ്. 5-8 ദിവസമായി പ്രഗത്ഭരായ പണ്ഡിതന്മാരുടെ പ്രഭാഷണം കൊണ്ട് അനുഗ്രഹീതമായ ഈ സദസ്സിൽ കേരളത്തിന് അകത്തറിയപ്പെടുന്ന പ്രഗത്ഭരായ പണ്ഡിതരും സാദാത്തുക്കളും സയ്യിദന്മാരും എല്ലാം ഒത്തിണങ്ങിയ ഒരു പരിശുദ്ധമായ സദസ്സിലാണ് നാം ഒത്തുചേർന്നിട്ടുള്ളത്. ഞാൻ എൻ്റെ സ്വാഗത ഭാഷണം ദീർഘിപ്പിക്കുന്നില്ല. ഒരുപാട് പരിപാടികൾ നമുക്കിവിടെ നടക്കേണ്ടതുണ്ട്. കുറ്റിക്കാട്ടൂർ ജാമിയ യമാനിയുടെ കീഴിൽ 7 വർഷങ്ങൾക്ക് മുമ്പ് പാണക്കാട് സയ്യിദ് അബ്ബാസ് അലി ശിഹാബ് തങ്ങളുടെ അനുഗ്രഹീത കരങ്ങളാൽ തുടക്കം കുറിച്ച ഈ പ്രസ്ഥാനം പിന്നിട്ട ഈ 6 വർഷങ്ങൾ ഒരു ചരിത്രമാണ് ഇവിടെ കുറിച്ചിരിക്കുന്നത്. നിരവധി മതപണ്ഡിതന്മാരെ സമൂഹത്തിന് സമർപ്പിച്ചു എന്ന് മാത്രമല്ല, നിരവധി പരിശുദ്ധ ഖുർആൻ ഹിഫ്ളാക്കിയിട്ടുള്ള ഹാഫിളീങ്ങളെയും സമുദായത്തിന് സമർപ്പിക്കുകയുണ്ടായി. ഈ മുമ്പിലിരിക്കുന്ന 5 വിദ്യാർത്ഥികൾ ഈ പ്രാവശ്യം ഇവിടുന്ന് ഹിഫ്ള് പൂർത്തിയാക്കി പുറത്തിറങ്ങിയവരാണ്. അല്ലാഹുവിൻ്റെ പരിശുദ്ധ കലാം മനഃപ്പാഠമാക്കുകയും തുടർന്ന് അവർ ദീനീ രംഗത്ത് പ്രവേശിക്കുകയും അല്ലാഹുവിൻ്റെ ദീന് പഠിച്ച മതപണ്ഡിതന്മാരായ ഹാഫിളീങ്ങളെ സമൂഹത്തിന് സമർപ്പിക്കുകയും ഏറ്റവും വലിയ ഒരു ദൗത്യമാണ് നാം ഏറ്റെടുത്തിരിക്കുന്നത്. ഈ നാട്ടിലെയും പരിസര പ്രദേശത്തിലെയും ഉദാരമതികളുടെ, വിശ്വാസികളുടെ, സഹോദരങ്ങളുടെ സാമ്പത്തിക സഹായത്താലും പ്രാർത്ഥനയാലും പ്രവർത്തനത്താലും ഒക്കെയാണ് ഈ മനോഹരമായ സ്ഥാപനം ഇവിടെ വളർന്നു വരികയും പ്രവർത്തിച്ചു കൊണ്ടുമിരിക്കുന്നത്. ഇതിനെ സഹായിച്ച, ഇതിനെ സ്നേഹിച്ച ധാരാളം ആളുകൾ ഇന്നും നമ്മുടെ ഈ വിഷയം നേരിട്ട് ഖത്തറിലും ദുബായിലും ലോകത്തിൻ്റെ വിവിധ ദിക്കുകളിലും ലൈവായി ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന നൂറുകണക്കായ സഹോദരങ്ങൾ ദിവസങ്ങളായി നമ്മളിവിടെ പരിപാടി തുടങ്ങുമ്പോൾ അവരും അവിടെ തയ്യാറെടുത്ത്
കണ്ടുകൊണ്ടിരിക്കുകയാണ്. മനസ്സുകളുടെ മുഴുവനും തുബക്കുന്നുകാരുടെയും പരിസര പ്രദേശത്തുകാരുടെയും ഒക്കെ നാട്ടിലും മറുനാട്ടിലുമൊക്കെ ഒരാവേശമായി മാറ്റാൻ നമുക്ക് ഈ സമ്മേളനം കൊണ്ട് സാധിച്ചിട്ടുണ്ട്. അള്ളാഹുവിൻ്റെ പരിശുദ്ധ ഖുർആനിനെ സേവനം ചെയ്യുന്ന ഒരു സ്ഥാപനം എന്ന നിലക്ക് അള്ളാഹു കബൂൽ ചെയ്തിട്ടുള്ള ഒരു സ്ഥാപനമാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല ഖിയാമത്ത് നാൾ വരെ നിലനിർത്തുമാറാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് കടക്കുകയാണ്. മഹത്തായ വേദിയിൽ ഖിറാഅത്ത് നടത്തിയിട്ടുള്ള ഈ സ്ഥാപനത്തിൻ്റെ സന്തതിയും ഹാഫിളുമായ അനസ് മട്ടന്നൂരിന് ഞാൻ ആദ്യമായി വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഈ മഹത്തായ പരിപാടിയിൽ അധ്യക്ഷത വഹിക്കുന്നത് നമ്മുടെയൊക്കെ പ്രിയങ്കരനായ സമസ്ത കേരള ജമിഅത്തുൽ ഉലമായുടെ കേന്ദ്ര മുശാവറ അംഗവും കൂടിയായ പി ഉമ്മർ ഉസ്താദ് അവറുകളാണ്. അദ്ദേഹത്തെ ഈ വേദിയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഈ മഹത്തായ സമ്മേളനത്തിൻ്റെ ഔപചാരിക ഉദ്ഘാടനം നിർവഹിക്കുന്നതും ഹാഫിദീങ്ങൾക്ക് ഹിഫ്ളിൻ്റെ സർട്ടിഫിക്കറ്റ് നൽകുന്നതും നമ്മുടെ പ്രിയങ്കരനായ ജാമിയ യമാനിയയുടെ പ്രിൻസിപ്പളും കാഞ്ഞങ്ങാട് സംയുക്ത ഖാദിയും അതുപോലെ തന്നെ നമ്മുടെയൊക്കെ ബഹുമാന്യനുമായ സയ്യിദ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ അവറുകളാണ്. മഹാനവറുകളെ ഞാൻ ഈ വേദിയിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുകയാണ്. ഈ ഹാഫിദീങ്ങൾക്ക് SKSF പോലൂർ ശാഖയുടെയും അതുപോലെ തന്നെ ഒരു സഹോദരി നൽകിയതും നമ്മുടെ ഈ പ്രദേശത്തുള്ള ഏതാളും സഹോദരന്മാർ അവർ നൽകിയിട്ടുള്ള അവാർഡുകളും അത് നൽകുന്നത് ബഹുമാനപ്പെട്ട പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളുടെ അതേ നാമത്തിൽ നാളെയുടെ പ്രതീക്ഷയായി ഭാവിയുടെ വാഗ്ദാനമായി സമൂഹം ഉറ്റുനോക്കുന്ന അതേ നാമത്തിൽ അറിയപ്പെടുന്ന തൻ്റെ പ്രിയപ്പെട്ട മകൻ മുനവ്വർ അലി ശിഹാബ് തങ്ങളുടെ പൊന്നോമനപുത്രൻ ബഹുമാനപ്പെട്ട സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളാണ് അവാർഡ് നൽകുന്നത് മഹാനവറുകളെയും. അതോടൊപ്പം തന്നെ ഇവിടെ കുട്ടികൾക്ക് ട്രോഫി വിതരണം ചെയ്യുന്നത്. അതുപോലെ തന്നെ പുതിയ കുട്ടികൾ, സാധാരണ പുറത്തുനിന്ന് കുട്ടികൾ വന്ന് പഠിച്ചു പോവാറാണ് ഇവിടെ പതിവ്. പക്ഷേ ഈ പ്രാവശ്യം അതിനും ഒരു തിരുത്ത് എന്ന രീതിയിൽ ഈ പ്രദേശത്തെ വളരെ പൗരപ്രമുഖരായ വളരെ പ്രധാനികളായ ആളുകളുടെയും അതുപോലെ തന്നെ വിവിധ തരത്തിലുള്ള ആളുകളുടെയും നിരവധി മക്കളെ നമുക്ക് സംഭാവന ചെയ്തിട്ട് ഈ സ്ഥാപനത്തിലേക്ക് അവർ സംഭാവന ചെയ്തിട്ടുണ്ട്. അവരെയൊക്കെ ബഹുമാനപ്പെട്ട തങ്ങളുടെ കയ്യിൽ ഏൽപ്പിച്ചുകൊണ്ട് അതിൻ്റെ ഉദ്ഘാടന കർമ്മം ഇവിടെ നിർവഹിക്കുകയാണ്. അവരെയൊക്കെ ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. മഹത്തായ ഈ പരിപാടിയിൽ മുഖ്യ പ്രഭാഷണം നടത്തുന്നത് നമ്മുടെയൊക്കെ ആവേശമായ SYSൻ്റെ സംസ്ഥാന സെക്രട്ടറിയുമായ ബഹുമാനപ്പെട്ട അബ്ദുസമദ് പൂക്കോട്ടൂർ സാഹിബ് അവറുകളാണ്. അദ്ദേഹത്തെയും ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അനുഗ്രഹീത പ്രഭാഷണം നടത്തുന്ന KP അബൂക്കർ ഫൈസി, ബഹുമാനനായ RV കുട്ടി ഹസൻ ദാരിമി, ഹാഷിം ജിഫ്രി തങ്ങൾ, ആദിൽ ഹൈത്തമി, റസാഖ് ഹൈത്തമി, ഹാഫിൽ സലീം ദാരിമി കിണവക്കൽ, ബഹുമാനനായ സൂഫി മാസ്റ്റർ ആർ അബ്ദുള്ള മാസ്റ്റർ, KK സൂഫി ഹാജി, AP ഇസ്മായിൽ ഹാജി, ഗഫൂർ മുലശ്ശേരി തുടങ്ങിയ ഈ വേദിയിലും സദസ്സിലുമൊക്കെ നിറഞ്ഞു നിൽക്കുന്ന എല്ലാ മഹൽ വ്യക്തിത്വങ്ങൾക്കും ഈ മഹത്തായ പരിപാടിയിലേക്ക് വളരെ നേരത്തെ എത്തിച്ചേർന്ന സഹോദരന്മാർക്കും എല്ലാ ഗുണകാംക്ഷികൾക്കും മുതഅല്ലിമീങ്ങൾക്കും മറ്റേ എല്ലാ സംഘാടകർക്കും ഒറ്റവാക്കിൽ സ്വാഗതം ആശംസിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട ഉമർ ഉസ്താദ് അവർകളെ ഈ മഹത്തായ സദസ്സിൻ്റെ അധ്യക്ഷ പദവി ഏറ്റെടുക്കുന്നതിന് വളരെ ബഹുമാനത്തോടുകൂടെ ക്ഷണിച്ച് ഞാൻ അവസാനിപ്പിക്കുന്നു. വആഖിറു ദഅ്വാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബഹുമാനപ്പെട്ട ഈ സ്ഥാപനം തുവക്കുന്ന് യമാനിയ ബഹുമാനപ്പെട്ട ശൈഖുനാ ശംസുൽ ഉലമായി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് തങ്ങളവരുടെ ആ വിശുദ്ധമായ സ്മരണ ഖിയാമത്ത് നാൾ വരെ ഇവിടെ നിലനിൽക്കുകയും ചെയ്യും. അതിനു വേണ്ടി ഈ കേരളത്തിൻ്റെ പല ഭാഗങ്ങളിലും അവരോട് ബന്ധപ്പെട്ട അവരെ ശിഷ്യന്മാരും അവരെ സ്നേഹിക്കുന്നവരും അവരെ ബഹുമാനിക്കുന്നവരുമായ ആളുകൾ നൂറുകണക്കിന് സ്ഥാപനങ്ങളാണ് സ്ഥാപിച്ചിട്ടുള്ളത്. അതിൻ്റെ ഭാഗമായിട്ട് നമുക്കറിയാം, കുറ്റിക്കാട്ടൂർ സ്ഥാപിക്കപ്പെട്ട ബഹുമാനപ്പെട്ട ശൈഖുനാ ശംസുൽ ഉലമ സ്മരണക്കായി സ്ഥാപിക്കപ്പെട്ട യമാനിയ അറബി സ്ഥാപനത്തിൻ്റെ ആ ബഹുമാനപ്പെട്ട സ്ഥാപനത്തിൻ്റെ ഒരു ബ്രാഞ്ച് എന്നോണം ഇവിടെ തുവക്കുന്നിൽ സ്ഥാപിക്കപ്പെട്ട ഈ യമാനിയ അറബി കോളേജ്, ഈ രണ്ട് സ്ഥാപനങ്ങളുടെയും വളർച്ച നമ്മൾ പരിശോധിച്ച് നോക്കിയാൽ വളരെ വേഗതയിലാണ്. ഇത് സ്ഥാപിച്ച വർഷവും ഇന്ന് വരെ എത്തിയ വർഷവും ഈ സ്ഥാപനത്തിൻ്റെ വളർച്ചയും നമ്മൾ പരിശോധിച്ച് നോക്കിയാൽ ഇതിൻ്റെ വളർച്ച അതിൻ്റെ വർഷത്തിനേക്കാൾ എത്രയോ 10 മടങ്ങ് മുന്നിലേക്ക് വന്നിരിക്കുകയാണ്. ഇതിന് പല കാരണങ്ങളുണ്ടാവാം. അതിൽപ്പെട്ട ഒരു കാരണം
ബഹുമാനപ്പെട്ട ഷേഖുന ശംസുൽ ഉലമായ ഖദ്ദസുല്ലാഹു സിറഹുൽ അസീസ് തങ്ങളവരുടെ ആ ഏറ്റവും പവിത്രമായ അല്ലെങ്കിൽ ഏറ്റവും വിശുദ്ധമായ ആ പേര് തന്നെ അവിടെ എഴുതി വെക്കപ്പെട്ടു. അത് തന്നെയാണ്. പിന്നെ പ്രവർത്തകർക്കൊരു ദീനിയായ സ്ഥാപനം ഇവിടെ സ്ഥാപിക്കപ്പെടുമ്പോൾ അതിനുണ്ടാവേണ്ടതായ അടിസ്ഥാനപരമായ ഒരുപാട് ഗുണങ്ങളുണ്ടാവും. ആ ഗുണങ്ങളൊക്കെ ഒത്തുചേരുമ്പോൾ സ്ഥാപനത്തിൻ്റെ വളർച്ച അത് വലിയ വളർച്ചയിലായി കൊണ്ടിട്ട് അത് നമുക്ക് പിടിച്ചു വെക്കാൻ കഴിയാത്ത ഉയരത്തിലേക്ക് അത് വളർന്ന് പന്തലിക്കും, യാതൊരു സംശയമില്ല. ഇതാണ് കുറ്റിക്കാട്ടൂർ ജാമിയ യമാനിയെ പറ്റി നമ്മൾ പരിശോധിച്ച് നോക്കിയാൽ അതിൻ്റെ ഈ കുറഞ്ഞ വർഷത്തിനുള്ളിലായിട്ട് ഏകദേശം ഒരു 500 മേലെ ഈ കേരളത്തിൻ്റെ പല ഭാഗത്തും ജോലി ചെയ്യണ മഹാന്മാരാവുന്ന മുദരിസന്മാരെയും ഖത്തീബന്മാരെയും ഖാദിമാരെയും മദ്രസ സദറന്മാരെയും മറ്റ് മുഅല്ലിമീങ്ങളൊക്കെ വാർത്തുവിടാൻ ആ സ്ഥാപനത്തിന് കഴിഞ്ഞു. എന്നതുപോലെ ഈ സ്ഥാപനം ഇതിൻ്റെ ഈ കുറഞ്ഞ കാലഘട്ടത്തിനുള്ളിലായിട്ട് ഒരുപാട് മഹാന്മാരാവുന്നതായ ഹാഫിളീങ്ങളെ വാർത്തുവിടാൻ ഈ സ്ഥാപനത്തിന് കഴിഞ്ഞിട്ടുണ്ട്. ഇത് ഈ സ്ഥാപനത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന അതിൻ്റെ പ്രവർത്തകർ, അതിൻ്റെ സംഘാടകർ, അവർക്കുള്ളതായ ആത്മാർത്ഥത, നല്ല നിയ്യത്ത്, ഇതൊക്കെ ഒരു ദീനിനോട് ബന്ധപ്പെട്ട ഒരു പ്രവർത്തനം നമ്മൾ ചെയ്യുമ്പോൾ അതിനടിസ്ഥാനപരമായി വേണ്ടതാണത്. ഒന്ന് ചെയ്യുന്ന ആളുകൾക്കുള്ള നിയ്യത്ത് നന്നാവണം. ഇഖ്ലാസ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട സംഗതിയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആലാന്റെ വിശുദ്ധമാവുന്ന ആ വജ്ഹിനെ ഉദ്ദേശിച്ചും കൊണ്ട് മാത്രമാവുക, ഭൗതികമാവുന്നതായ താല്പര്യങ്ങളൊന്നുമില്ലാതെ അങ്ങനെ അത് വിശുദ്ധമാവുന്നതായ വളരെയധികം പവിത്രമാവുന്നതായ ആളുകൾക്കുള്ളതായ അവരെ സ്മരണ നിലനിർത്താൻ വേണ്ടിയാവുമ്പോൾ അതിൻ്റെ വളർച്ച ഒന്നുകൂടി വർദ്ധിക്കും. നല്ല നിയ്യത്തോടു കൂടി നമ്മൾ പ്രവർത്തിച്ചാൽ, ഒത്തൊരുമയോടുകൂടി പ്രവർത്തിച്ചാൽ അതിൻ്റെയൊക്കെ ഗുണങ്ങൾ ഇങ്ങനെ വേഗം കാണാൻ കഴിയും. ഇതാണ് ഈ സ്ഥാപനവും തന്നെ അത് വേഗം വളർന്ന് പന്തലിക്കാനുള്ളതായ കാരണം. അപ്പോൾ അതുകൊണ്ടിട്ട് നമ്മൾ ഈ സ്ഥാപനം അവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആലാന്റെ മഹത്താവുന്ന അനുഗ്രഹം കൊണ്ടിട്ട് അത് വളർന്ന് പന്തലിച്ച് ബഹുമാനപ്പെട്ട സുന്നത്ത് ജമാഅത്തിനും അഥവാ സമസ്ത കേരള ജമിയത്തുൽ ഉലമക്ക് അതിനിക്ക് താങ്ങും തണലുമായി കൊണ്ട് പ്രവർത്തിക്കണ ഒരു സ്ഥാപനം, അതിനുവേണ്ടി അതിൻ്റെ പിന്നിൽ അടിയുറച്ച് നിന്നും കൊണ്ട് പ്രവർത്തിക്കാൻ പറ്റിയതായ മഹാന്മാരാവുന്ന പണ്ഡിതന്മാരെയും ഹാഫിളന്മാരെയൊക്കെ വാർത്തെടുക്കുന്നതായ ഒരു സ്ഥാപനം, അതാണ് നമ്മളെ ഈ യമാനിയ സ്ഥാപനം. എന്നും സമസ്തൻ്റെ പിന്നിൽ അടിയുറച്ച് നിന്നുകൊണ്ടിട്ട്, കാരണം സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ ഈ ദൗത്യം അത് വളരെ വലിയ ദൗത്യമാണ്. ഇവിടെ പല കള്ളപ്രസ്ഥാനങ്ങളും വന്ന് ആ പല കള്ളപ്രസ്ഥാനങ്ങളും ആ കള്ളപ്രസ്ഥാനങ്ങൾക്കുള്ള മൊനൊടിക്കണം. പല കള്ള തരീഖത്തുകൾ ഇവിടെ വന്നു. ആ കള്ള തരീഖത്തുകൾ ഏതാണ് അവർക്കുള്ള കള്ളത്തരങ്ങൾ തുറന്നു കാണിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സംബന്ധിച്ച് പല മോശമാവുന്നതായ പല അഭിപ്രായങ്ങളും പല പ്രകടനങ്ങളും പല ആക്ഷേപങ്ങളും പറഞ്ഞ പല പാർട്ടികളും ഇവിടെ വന്നു. കണ്ടില്ലേ? ചിലർ നബി സല്ലല്ലാഹു അലൈഹി വഖാലു വസൗത വറസൂലുള്ളാഹി മാ ബുഇസു ലിഖത്രി നഫ്സിൻ വമാ ജാഉ ലിസഫഖി ദമീം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സംബന്ധിച്ച് യുദ്ധക്കൊതിയനാണെന്ന് പറഞ്ഞവരുണ്ട്. ഖാലു വസൗത വറസൂലുള്ളാഹി മാ ബുഇസു. അമ്പിയാക്കന്മാരെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ രക്തച്ചൊലിച്ചിന് വേണ്ടിയോ അല്ലെങ്കിൽ ആരെങ്കിലും വധിക്കാൻ വേണ്ടിയോ ഒന്നും അമ്പിയാക്കന്മാരെ അല്ലാഹു സുബ്ഹാനഹു വ തആല നിയോഗിച്ചിട്ടില്ല. അവരെ ദൗത്യം വലിയ ദൗത്യമായിരുന്നു, വളരെ ഉന്നതമാവുന്ന ദൗത്യമായിരുന്നു. അതാണ് അവർ ചെയ്തത്. അപ്പോൾ ഇങ്ങനെ പല ആക്ഷേപങ്ങളും വിശുദ്ധമാവുന്നതായ ശരീഅത്തിന് എതിരിൽ വരുമ്പോൾ അതിനെയൊക്കെ എതിർത്തും കൊണ്ടിട്ട് വിശുദ്ധമാവുന്നതായ ഈ ശരീഅത്തിൻ്റെ അഥവാ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിൻ്റെ അഥവാ സമസ്ത കേരള ജമിയത്തുൽ ഉലമ ഇവിടെ വിഭാവനം ചെയ്യുന്നതായ ഈ ആശയാദർശം, ആ ആശയാദർശത്തിൻ്റെ ഉള്ളിലായിട്ട് ജനങ്ങളെന്താക്കുക, പിടിച്ചു കെട്ടുക. ഇതാണ് സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ ഏറ്റവും വലിയ ദൗത്യം. ആ ദൗത്യത്തിന് സഹായിക്കാൻ പറ്റിയതായ അതിന് പ്രവർത്തിക്കാൻ പറ്റുന്നതായ സ്ഥാപനങ്ങളും പണ്ഡിതന്മാരൊക്കെ ഇവിടെ ആവശ്യമാണ്. ആ ഒരു ലക്ഷ്യത്തോടു കൂടിയാണ് ഇതുപോലുള്ള സ്ഥാപനങ്ങളൊക്കെ നമ്മൾ സ്ഥാപിക്കുന്നത്. അപ്പോൾ ആ സ്ഥാപനത്തിൻ്റെ വളർച്ച ഒന്നുകൂടി എന്താവും, ഉയർന്ന
നിലക്ക് അത് വളർന്ന് പന്തലിക്കും. കാരണം എന്തുകൊണ്ട്? വിശുദ്ധമായ ഒരു സംഘടനയാണ് സമസ്ത കേരള ജമിയത്തുൽ ഉലമ. മഹാന്മാരാവുന്നതായ അല്ലാഹുവിൻ്റെ ഔലിയാ സ്ഥാപിച്ചൊരു സംഘടനയാണ് സമസ്ത കേരള ജമിയത്തുൽ ഉലമ. ആ സംഘടനയെ സഹായിക്കുക, ആ സംഘടനൻ്റെ ദൗത്യം, ആ സംഘടനക്കുള്ള പ്രത്യേക ലക്ഷ്യങ്ങൾ അത് നടപ്പിലാക്കാൻ പറ്റുന്നതായ പണ്ഡിതന്മാരെ ഉണ്ടാക്കി തീർക്കുക, അതാണ് നമ്മളെ ലക്ഷ്യം. അപ്പം നമ്മളെ ലക്ഷ്യം ഒരു നല്ല ലക്ഷ്യമാണ്. വിശുദ്ധമാവുന്ന ഈ ശരീഅത്തിനെ ഇവിടെ സംരക്ഷിക്കപ്പെടലാണ് നമ്മുടെ ലക്ഷ്യം. അപ്പോൾ അതിൻ്റെ പിന്നിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലാന്റെ മഹത്താവുന്ന സഹായം അതിൻ്റെ പിന്നിലുണ്ടാവും. മഹാന്മാരാവുന്ന അല്ലാഹുവിൻ്റെ അമ്പിയാക്കന്മാർക്കുള്ള സഹായം ഉണ്ടാവും. മഹാന്മാരാവുന്ന മുഖദ്ദസ്താവുന്ന സർവ്വ അർവാഹികൾക്കുള്ള സഹായങ്ങളുണ്ടാവും. അല്ലാഹുവിൻ്റെ ഔലിയാക്കന്മാരുടെ സഹായങ്ങളുണ്ടാവും. മലായികത്തിൻ്റെ സഹായങ്ങളുണ്ടാവും. ഇവരൊക്കെ സർവ്വസമയത്തും സഹായിച്ചു കൊണ്ടേയിരിക്കും ഇതുപോലുള്ള സ്ഥാപനങ്ങൾ. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം അത് ഈ നാട്ടിന് തന്നെ വലിയൊരു അനുഗ്രഹമാണ് ഇതുപോലുള്ളതായ ഒരു സ്ഥാപനം. നിങ്ങളുടെ നാട്ടിലത് വളർന്ന് പന്തലിച്ച് അതിൻ്റെ ഗുണങ്ങൾ ഇപ്പോൾ വളരെ സന്തോഷമുണ്ട്. ഈ നാട്ടിൽ നിന്ന് തന്നെ 10ഓളം വിദ്യാർത്ഥികളെ ഈ സ്ഥാപനത്തിൽ ചേർത്താൻ വേണ്ടിയും ഈ സ്ഥാപനത്തിൽ ചേർത്തി ഈ സ്ഥാപനത്തിൻ്റെ പ്രത്യേക സിലബസ് അനുസരിച്ച് പഠിപ്പിച്ച്, ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ ദൗത്യങ്ങൾ അത് നിർവഹിക്കാൻ പറ്റുന്നതായ പണ്ഡിതന്മാരായിക്കൊണ്ട് വാർത്തെടുക്കാൻ വേണ്ടിയിട്ട് ഇവിടെ കൊടുത്ത് ഏൽപ്പിച്ചിരിക്കുകയാണ്. അപ്പം അങ്ങനെ നിങ്ങളുടെ നാട്ടിന് തന്നെ പല ഉപകാരങ്ങളും പല ഗുണങ്ങളും ഈ സ്ഥാപനം കൊണ്ട് ഇവിടെ ഇങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ഏറ്റവും വലിയ പ്രധാനപ്പെട്ട ഒരു സംഗതി തന്നെയാണ് ഖുർആൻ ഹിഫ്ള് ചെയ്യിപ്പിക്കുക എന്നുള്ളത്. ഖുർആനെ അതിൻ്റെ ആ ഖുർആനിൽ മായം കടത്തുക, ആ ഖുർആൻ്റെ ആശയങ്ങളെ ഓരോരുത്തരും അവർക്ക് ഇഷ്ടമുള്ളതുപോലെ വ്യാഖ്യാനിക്കുക, ഇങ്ങനത്തെ ഒരു സ്വഭാവം. ഖുർആൻ്റെ ഈ വിശുദ്ധമാവുന്നതായ കലിമത്തുകളിൽ വിശുദ്ധമായ ഖുർആൻ അല്ലാത്തതിനെ കയറ്റി തിരിക, ഇങ്ങനത്തെ പ്രവണതകളൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കാലഘട്ടത്തിൽ തന്നെ നടന്നു വന്നിരുന്നതാണ്. വിശുദ്ധമായ ഖുർആൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഓതിയപ്പോൾ അഫറഅയ്തുമുൽ ലാത്ത വൽ ഉസ്സ വ മനാത്ത സാലിസത്തുൽ ഉഖറ എന്നുള്ള ഈ വിശുദ്ധമായ ആയത്ത് നബി ഓതിയപ്പോൾ തിൽക്കൽ ഖുർആനിഖുൽ ഉലാ വ ഇന്ന ശഫാഅത്തുന്ന ലതുർതജ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഓതി എന്ന് ഒരു കിംവദന്തി അവിടെ പ്രചരിപ്പിക്കപ്പെട്ടു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ലാത്ത ഉസ്സ പോലത്തെ ബിംബങ്ങളെ, ആ ബിംബങ്ങളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പ്രശംസിച്ചുകൊണ്ട് തിൽക്കൽ ഖുർആനിഖുൽ ഉലാ, ഈ ലാത്ത ഉസ്സ മനാത്ത പോലത്തെ വിഗ്രഹങ്ങൾ അത് ആകാശത്തിൽ കൂടി പറന്നു കളിക്കുന്ന പറവകളാണ്. വ ഇന്ന ശഫാഅത്തുന്ന ലതുർതജ, ഈ വസ്തുക്കൾക്കുള്ളതായ ശഫാഅത്തിനെ നാളെ ആഖിറത്തിൽ അതിനെ എന്താവും ആഗ്രഹിക്കപ്പെടും എന്ന ആശയം വരുന്നതായ ആയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഓതി എന്നുള്ളതായ ഒരു പ്രചരണം അന്ന് നടത്തപ്പെട്ടു. ആ പ്രചരണം നടത്തിയവർ ചില്ലറക്കാരല്ല, പല ആളുകളും പ്രചരണം നടത്തി. അങ്ങനെ ആ കള്ളത്തരം നമ്മളെ പല ഗ്രന്ഥങ്ങളിലും യൂതന്മാരും സിയോണിസ്റ്റുകളും വിശുദ്ധമാവുന്ന ഇസ്ലാമിൻ്റെ ഈ സുന്ദരമായ മുഖത്തിനിക്ക് അതിനെ കരുതി വാഴ്ത്തേക്കാൻ ഉദ്ദേശിക്കുന്നതായ ആളുകളും അതിൽ കടത്തിക്കൂട്ടി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ ആയത്ത് ഓതിയപ്പോഴാണ് അവിടെ നബിൻ്റെ കൂടെ ഉണ്ടായിരുന്നതായ മുഅ്മിനീങ്ങളും മുശ്രിക്കീങ്ങളും ആവുന്ന ആളുകളൊക്കെ എന്താക്കി സുജൂദ് ചെയ്തു. ഒറ്റ ഒരുത്തൻ ഒഴിച്ച് അവൻ എന്ത് ചെയ്തു? ഒരു പിടി മണ്ണെടുത്ത് അവൻ്റെ മുഖത്തെ നെറ്റിത്തളത്തിലേക്ക് ഇങ്ങനെ ആക്കിയിട്ട് അവൻ പറഞ്ഞു എനിക്കിത് മതിയെന്ന്. അവൻ പിന്നെ ബദറിനന്ന് കാഫിറായി കൊണ്ടിട്ട് അവനെ കൊല ചെയ്യപ്പെടുകയും ചെയ്തു എന്നൊക്കെ ഇമാം ബുഖാരി റിവായത്ത് ചെയ്ത ഹദീസിലൊക്കെ കാണാം. അപ്പോൾ അവിടെ സംഭവിച്ചത് എന്താ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ ലാത്ത ഉസ്സ മനാത്ത് പോലത്തെ വിഗ്രഹങ്ങളെ പ്രശംസിച്ചുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഓതിയിട്ടില്ല. അങ്ങനെ അമ്പിയാക്കന്മാരോട്ട് ഓതൂലും ഒരു നബി അങ്ങനെ ഓതൂല. വമാമിൻ നബിയിൻ ഇല്ലാ ഇദാ തമന്നാ അൽഖ ശൈത്വാനു ഫീ ഉംനിയതിഹി, ഏത് നബിമാരും ഓതിയാൽ അവരെ ഓത്തിൽ ശൈത്താൻ ഇട്ട് കൊടുത്തു എന്നല്ല ആയത്തിൻ്റെ അർത്ഥം. പിന്നെന്താ? അതാണ് ബഹുമാനപ്പെട്ട ശൈഖുന ശംസുൽ ഉലമയെ പോലുള്ളതായ മഹാന്മാർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഓതി, തമന്ന എന്ന വാക്കിനിക്ക് ഓതി എന്ന അർത്ഥം പറഞ്ഞവർ അത് വായിക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തിൽക്കൽ ഖുർആനിഖുൽ ഉലാ വ ഇന്ന ശഫാഅത്തുന്ന ലതുർതജ എന്ന വാക്കിനെ നബി ഓതി.
എന്ന് പറയുന്നു കൊണ്ടിട്ട് ഈ ഹദീസ് ഈ ആയത്തിനിക്ക് തഫ്സീർ പറഞ്ഞതായ തഫ്സീറിന്റെ ആളുകളെ സംബന്ധിച്ച് നമുക്ക് വളരെ പുതുമയാണുള്ളത് എന്ന് പറഞ്ഞിട്ട് ബഹുമാനപ്പെട്ടവർക്ക് ഒരു പ്രത്യേകമായ ഒരു കവിത തന്നെ ഉണ്ട്. അജബല്ലി തഫ്സീരി തമന്നി ബിൽ ഖിറ അതീതിൽ കൽ വറാനി കുൽ ഉല അബ്തൽത ഇസ്മത ഖൈരി മൻ വതിഅഥറ إذ خضت في تلك الوراني كل علا ذاك الإمام الأسقلاني الأشهر من مثبتي تلك الوراني كل علا لكنما الخبر الدليل لقوله واهن فما تلك الوراني كل علا ബഹുമാനപ്പെട്ടവർ ചൊല്ലിയതായ ഒരു ബൈത്താണ്. തിൽക്കൽ വറാനി കുൽ ഉല എന്ന് പറഞ്ഞ ഈ ഒമാമിൻ നബിയിൻ ഇല്ലാ ഇദാ തമന്ന അമ്പിയാക്കന്മാർ ഓതിയാൽ അമ്പിയാക്കന്മാരെ ഓത്തിൽ ശൈത്താൻ ഇട്ടു കൊടുക്കും എന്ന് ഇല്ലാ ഇതാ തമന്ന എന്നുള്ള തമന്ന എന്ന് പറഞ്ഞ വാക്കിനിക്ക് അർത്ഥം പറഞ്ഞവർ. അത് വളരെ അത്ഭുതം തന്നെയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തിൽക്കൽ വറാനിക്കുൽ ഉല എന്ന് ഓതി എന്ന് പറഞ്ഞുകൊണ്ടിട്ട് ഈ ഒമാമിൻ നബിയിൻ ഇല്ലാ ഇദാ തമന്ന എന്ന് പറഞ്ഞ ആയത്തിനിക്ക് അർത്ഥം പറയുന്നതിൽ വളരെ അങ്ങോട്ട് കടന്നു വന്ന ചിലരുണ്ടല്ലോ, അവർക്ക് വേവ് പറ്റിയിട്ടുണ്ട്. എത്രത്തോളം തിൽക്കൽ വറാനിക്കുൽ ഉല എന്ന വാക്കിനെ ഓതിയിൽ മഹാനാവുന്ന ഇബ്നു ഹജറുൽ അസ്ഖലാനി തങ്ങളെപ്പോലുള്ള മഹാന്മാരാവുന്ന ചില ആളുകൾ പറഞ്ഞു. പക്ഷേ ലാകിന്നമൽ ഖബറുദ്ദലീലു ലിഖൗലിഹി വാഹിം ഫമാ തിൽക്കൽ വറാനിക്കുൽ ഉല, അവരതിനിക്ക് രേഖയായി കൊണ്ട് ഉദ്ധരിക്കുന്നതായ ദലീലുകളാവുന്ന അതിൻ്റെ ഹദീസുകൾ മുഴുവനും അതൊക്കെ ദഈഫാണ്. പിന്നെ എങ്ങനെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തിൽക്കൽ വറാനിക്കുൽ ഉല എന്നുള്ള വാക്ക് ഓതി എന്ന് പറയാം? അപ്പോൾ തിൽക്കൽ വറാനിക്കുൽ ഉല വഇന്ന ശഫാഅത ഉന്നല തുർതജാ എന്ന് നബി ഓതിയിട്ടില്ല. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഓതി എന്ന് പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ വാക്കിനെ ഓതി എന്ന് വരുത്തി തീർക്കണ നിലക്ക് ചില ചരിത്രത്തിന്റെ ഗ്രന്ഥങ്ങളിലോ ചില തഫ്സീറിന്റെ ഗ്രന്ഥങ്ങളിലൊക്കെ സ്ഥലം പിടിച്ചിട്ടുണ്ടെങ്കിൽ ഒന്നിരിക്കൽ അത് ജൂതന്മാരാവുന്നതായ ആളുകൾ അതിൽ കടത്തിക്കൂട്ടിയതാണ്. അതല്ലെങ്കിൽ ആ പറയുന്നതിനിക്ക് വളരെ പിന്നെ അത് ആ വാക്കിനെ അതിന് വിശുദ്ധമാവുന്നതായ ഈ ശരീഅത്തിന്റെ അഖീദനോട് യോജിക്കണ നിലക്ക് അതിനെന്താക്കണം, വ്യാഖ്യാനിക്കപ്പെടണം. അപ്പൊ വിശുദ്ധമാവുന്ന ഖുർആൻ, ആ ഖുർആനില് അതിൻ്റെ ആശയങ്ങളിൽ മാത്രമല്ല അതിൻ്റെ കലിമാത്തുകളിലും ഒക്കെ കള്ളത്തരങ്ങൾ കടത്തിക്കൂട്ടാൻ വേണ്ടി ഓരോരുത്തരും എല്ലാ കാലഘട്ടത്തിലും അത് ശ്രമിച്ചുകൊണ്ടിരിക്കും. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലഘട്ടത്തിൽ അതിന് ശ്രമം നടന്നിട്ടുണ്ട്. അതിന് ശേഷം മഹാന്മാരാവുന്നതായ ഖലീഫന്മാരുടെ കാലഘട്ടത്തിൽ അതിന് ശ്രമം നടന്നിട്ടുണ്ട്. അങ്ങനെ ലോകത്ത് ഖുർആന്റെ അവതരണ ആരംഭം മുതൽ ഇന്നേ വരെയുള്ളതായ ചരിത്രങ്ങൾ നമ്മൾ പരിശോധിച്ച് നോക്കിയാൽ പല ഘട്ടങ്ങളിലും വിശുദ്ധമാവുന്ന ഖുർആനിലില്ലാത്ത പലതും അതിൽ കടത്തിക്കൂട്ടാൻ വേണ്ടിയിട്ട് പലരും ശ്രമിച്ചിട്ടുണ്ട്. അങ്ങനെ ആര് കടത്തിക്കൂട്ടാൻ വേണ്ടി ശ്രമിച്ചാലും വിശുദ്ധമായ ഖുർആനെ ഇന്നാ നഹ്നു നസ്സൽന ദിക്ർ വ ഇന്നാ ലഹു ലഹാഫിദൂൻ, ഖുർആനെ അല്ലാഹു അവതരിപ്പിച്ചതാണ്. ആ ഖുർആനെ വിശുദ്ധ ഖിയാമത്ത് വരെ അതിനെ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്തം അല്ലാഹു സുബ്ഹാനഹു വ തആലക്കുണ്ട്. അല്ലാഹു ഇതിനെ സംരക്ഷിച്ചുകൊണ്ടേയിരിക്കും. അതിനെ സംരക്ഷണത്തിന് ആവശ്യമാവുന്ന മാർഗങ്ങൾ അല്ലാഹു ഉണ്ടാക്കിക്കൊണ്ടിരിക്കും. ആ സംരക്ഷണത്തിന് ആവശ്യമായ മാർഗങ്ങളാണ് ഇതുപോലുള്ള സ്ഥാപനങ്ങൾ. ഖുർആന്റെ ആ യഥാർത്ഥ രൂപം അതിനെ ശരിക്കും മനസ്സിലാക്കി അതിനെ കുട്ടികളെ ഹിഫ്ള് ചെയ്യിപ്പിക്കുക. അങ്ങനെ ഹിഫ്ള് ചെയ്യിപ്പിച്ചാൽ മാത്രം പോരാ, ഹിഫ്ളോട് കൂടിയിട്ട് അവസാനിക്കാൻ പാടില്ല. ആ ഹിഫ്ള് ചെയ്ത് വിശുദ്ധ ഖുർആന്റെ ആശയങ്ങൾ മനസ്സിലാക്കാൻ പറ്റിയതായ മറ്റുള്ള ഇൽമുകൾ കൂടി ഹാഫിദീങ്ങൾക്ക് ഉണ്ടാവണം. അല്ലാതെ ഒരു ഹിഫ്ളിൽ മാത്രം ഒതുങ്ങി ഒരു പേശിമാമായി മാറുന്ന രൂപമുണ്ടല്ലോ. ഇപ്പം ഞാനിന്ന് ഇതിലൊക്കെ നമ്മളെ നിയ്യത്ത് നന്നാവണം. എന്നോട് നമ്മളെ സുഹൃത്ത് പറഞ്ഞു, പിന്നെ എൻ്റെ കുട്ടീനെ എനിക്ക് ഹാഫിളാക്കണം, അവൻ്റെ കുട്ടീനെ ഹാഫിളാക്കണം എന്ന് പറഞ്ഞു. അപ്പം എന്തിയെന്ന് ചോദിച്ചു ഞാൻ. അപ്പം പറഞ്ഞു ഹാഫിളാക്കിയപ്പോൾ നല്ല മെച്ചാണ്. അതെന്താ മെച്ചെന്ന് ചോദിച്ചപ്പോൾ നോയമ്പിനൊക്കെ നല്ല ഇമാമത്തിട്ടു, നല്ല പൈസ ഇട്ടു, അല്ലെങ്കിലും ഹാഫിളായി ഇമാമത്തിക്കുമ്പോൾ നല്ല മെച്ചം കിട്ടുന്നുണ്ട്, വലിയ സംഖ്യ കിട്ടുന്നുണ്ട്. ഇമാമത്തിന് ഗൾഫിക്കൊക്കെ പോയാൽ അവിടെയും വലിയ ജോലിയൊക്കെ കിട്ടിയാൽ. അപ്പം ഈ ഭൗതികമാവുന്ന നേട്ടങ്ങൾ ഉദ്ദേശിച്ചിട്ട് ഹാഫിളാക്കിയിട്ട് കാര്യമില്ലടോ. അപ്പം ഹാഫിളാക്കുക എന്ന് പറഞ്ഞാൽ ഹാഫിളാക്കാൻ പറഞ്ഞേക്കണ ഭൗതികമായ താല്പര്യത്തിന് വേണ്ടിയിട്ടാണ്. ഇങ്ങനെയല്ല മഹാന്മാരൊന്നും ഖുർആനെ ഹിഫ്ള് ചെയ്തത്. വിശുദ്ധമായ ഖുർആൻ, ആ ഖുർആനെ ഖിയാമത്ത് നാൾ വരെ ഇവിടെ സംരക്ഷിക്കണം. എങ്ങനെ സംരക്ഷിക്കണം? എങ്ങനെയാണോ മഹാനാവുന്ന മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം വിശുദ്ധ ലൗഹുൽ മഹ്ഫൂദിൽ നോക്കി ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ആണ് അതിൻ്റെ കലിമത്തുകൾ, അതിൻ്റെ വാക്കുകൾ ഉണ്ടാക്കുന്നത്.
അള്ളാഹ് ജിബ്രീലിനിക്ക് ഇങ്ങനെ പറഞ്ഞു കൊടുക്കുകയല്ല, ജിബ്രീലേ ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ എന്നുള്ളത് ഖലഖ് എന്നുള്ളത് മുഹമ്മദിനോട് പോയി പറഞ്ഞോന്നല്ല. വിശുദ്ധ ഖുർആൻ, ആ ഖുർആന്റെ ആ വാക്യങ്ങൾ മനസ്സിലാകുന്ന നിലക്കുള്ളതായ പ്രത്യേകമാവുന്നതായ നുഖൂഷുകൾ അല്ലെങ്കിൽ പ്രത്യേകമാവുന്ന നുക്തകൾ അത് വിശുദ്ധമായ ലൗഹുൽ മഹ്ഫൂദിൽ അള്ളാഹു രേഖപ്പെടുത്തിയിരിക്കാം. ആ നുക്തകൾ നോക്കിയിട്ട്, ആ പുള്ളികൾ നോക്കിയിട്ട് ഇത് ഇന്ന ആയത്താന്ന് ആര് മനസ്സിലാക്കണം? മഹാനാവുന്ന ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം. അതിൽ ഒരു നിലക്കും കള്ളം ചേർക്കുന്ന ആളാവാൻ പറ്റൂല ജിബ്രീൽ. അതുകൊണ്ടാണ് ജിബ്രീലിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല പരിചയപ്പെടുത്തി ഇന്നഹു ലഖൗലു റസൂലിൻ കരീം. അത് വളരെ മാന്യനാവുന്ന ഒരു ദൂതനാണ്. മാന്യന്മാർ മാത്രമേ വിശുദ്ധ ഖുർആൻ കൈകാര്യം ചെയ്യാൻ പാടുള്ളൂ. ശരീഅത്ത് മാന്യന്മാർ മാത്രമേ ശരീഅത്തുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് അതിൻ്റെ കൈകാര്യം ചെയ്യുന്നവർ, അതിൻ്റെ പ്രബോധകരൊക്കെ മാന്യന്മാരാവണം. മാന്യന്മാരല്ലാത്ത ആളുകളെ കരങ്ങളിൽ എത്തിപ്പെട്ടാൽ അവിടെ സംഭവിക്കുന്നത് പലതുമായിരിക്കും. ഭൗതികമായ താല്പര്യത്തിന് വേണ്ടി അത് ഉപയോഗിക്കും. അതുകൊണ്ടാണ് ജിബ്രീലിനെ പറ്റി മാന്യനാണ്, അവർ വളരെയധികം വിശുദ്ധവാനാണ്, അവർ പിന്നെ സത്യസന്ധനാണ്. എന്തുകൊണ്ട്? വിശുദ്ധമായ ലൗഹിലേക്ക് നോക്കി, ലൗഹിൽ നിന്ന് ഇഖ്റ ബിസ്മി കണ്ടിട്ട് ഇവിടെ വന്നിട്ട് ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ് എന്ന് തന്നെ പറയണം. ഇഖ്റ ബിസ്മി ലാത്തന്റെ പേര് കൊണ്ട് ഓതിക്കോ എന്നുള്ളത് പറഞ്ഞ ആളാവാൻ പാടില്ല. അപ്പൊ വിശുദ്ധമാവുന്ന ഖുർആനെ ലൗഹിലേക്ക് നോക്കി വിശുദ്ധനാവുന്നതായ മലക്കാണ്, വിശുദ്ധമായ ഒരു ഹൃദയത്തിലേക്കാണ് കൊണ്ടുപോയി കൊടുക്കുന്നത്. ആ ഹൃദയത്തിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വിശുദ്ധമായ ഖുർആൻ, ആ ഖുർആനെ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം ഓതി കൊടുക്കുമ്പോൾ ജിബ്രീലിന്റെ കൂടെ നബിയും ഓതാൻ വേണ്ടി തിരക്കൂട്ടിയതാണ്. അപ്പൊ റസൂലുള്ളാഹിനോട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ലാ തുഹരിക് ബിഹി ലിസാനക്, നബിയെ നാവ് കൊണ്ട് എടുക്കേണ്ട പണിയല്ലത്. നാവ് കൊണ്ട് ഇങ്ങനെ പറഞ്ഞു പഠിച്ചിട്ട് കാര്യമില്ല. ഇതിന് വേണ്ടത് ഏതാണ്? വിശുദ്ധമായ ഒരു ഹൃദയമാണ് നബിയെ. ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം ഓതി തരുമ്പോൾ നബിന്റെ ഹൃദയത്തിലേക്ക് ഒരു കാസറ്റിൽ നിന്ന് മറ്റൊരു കാസറ്റിലേക്ക് നമ്മൾ പകർത്തുന്നത് പോലെ ജിബ്രീൽ ഓതുമ്പോൾ തന്നെ ഈ ഖുർആന്റെ വാക്യങ്ങൾ നബിന്റെ ഹൃദയത്തിൽ വന്ന് പതിക്കണം. അങ്ങനെയാണ് ഓതി കൊടുക്കുമ്പോൾ തന്നെ അത് നബിന്റെ ഹൃദയത്തിൽ വന്ന് പതിക്കണം. അപ്പൊ ഹൃദയത്തിൽ പതിക്കണം എന്നുണ്ടെങ്കിൽ എന്ത് വേണം? ഹൃദയം അത്രമാത്രം വിശുദ്ധമാവണം. അതാണ് വത്തഖുല്ലാഹ് വയുഅല്ലിമുകുമുല്ലാഹ്. ഇൽമിന് അടിസ്ഥാനപരമായി വേണ്ടത് എന്താ? അത് ശരീഅത്തിന്റെ ഇൽമിന് അടിസ്ഥാനപരമായി വേണ്ടത് തഖ്വയാണ്. അപ്പൊ വിശുദ്ധമായ ഒരു ഹൃദയമാവുമ്പോൾ ജിബ്രീൽ ഓതുന്ന സമയത്ത് തന്നെ ആ വിശുദ്ധമായ ഖുർആൻ നബിന്റെ ഹൃദയത്തിൽ വന്ന് പതിക്കുകയാണ്. പിന്നെ നാവുകൊണ്ട് ലാ തുഹരിക് ബിഹി ലിസാനക്, നാവുകൊണ്ട് ഒരു പണിയും ചെയ്യേണ്ട നബിയെ. അപ്പൊ നാവ് അല്ല ഇതിനിക്ക് ഏറ്റവും പ്രധാനപ്പെട്ടത്, ഇതിനിക്ക് ഹൃദയമാണ്. ഹൃദയം വിശുദ്ധമാവണം. അപ്പോൾ ഇവിടുന്ന് ഹാഫിദീങ്ങളായി ഇറങ്ങുന്ന വിദ്യാർത്ഥികൾ, അല്ലാതെ മറ്റുള്ളതായ ഇൽമിലൊക്കെ പഠിച്ചുകൊണ്ട് ഇറങ്ങുന്ന വിദ്യാർത്ഥികൾ, ഇവർക്കൊക്കെ അടിസ്ഥാനപരമായി വേണ്ടത് എന്താ? വത്തഖുല്ലാഹ്, തഖ്വ ഉണ്ടാവണം. ആ തഖ്വ ഉണ്ടാക്കി കഴിഞ്ഞിട്ട് ആ തഖ്വനെ അടിസ്ഥാനമാക്കിയിട്ടാവണം ഇൽമിനങ്ങൾ ഉണ്ടാക്കേണ്ടത്. എന്നാലേ ഇൽമ് അതിന്റെ യഥാർത്ഥ രൂപത്തിൽ ഉണ്ടാവുള്ളൂ. ഒന്നിരിക്കൽ അല്ലെങ്കിൽ തഖ്വ ഉണ്ടായിക്കഴിഞ്ഞാലോ അല്ലാഹു സുബ്ഹാനഹു വ തആല ലോകത്തുള്ള സർവ്വ അറിവുകളും അവന്റെ ഹൃദയത്തിലേക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല എത്തിച്ചു കൊടുക്കും. അപ്പോൾ ഇവിടുന്ന് ഹാഫിദീങ്ങളായി ഇറങ്ങുന്നതായ ഹാഫിദീങ്ങളോടും പ്രത്യേകമായിട്ട് പറയാനുള്ളത്, തഖ്വ എന്ന് പറയുന്ന അടിസ്ഥാനമായ തത്വം, ആ അടിസ്ഥാന ഘടകം അത് നിങ്ങൾക്കുണ്ടാവണം. ആ തഖ്വയിൽ അധിഷ്ഠിതമായ നിൽക്കാവണം നിങ്ങളെ ഹിഫ്ളുകളും നിങ്ങൾ മറ്റുള്ളതായ ശരീഅത്തിന്റെ ഉലൂമുകളൊക്കെ പഠിക്കുന്നത്. ആ നിലക്കുള്ളതായ ഒരു രൂപത്തിൽ നിങ്ങൾ വളർന്ന് വരികയും നിങ്ങളെ സേവനങ്ങളൊക്കെ ജനങ്ങൾക്ക് ചെയ്തു കൊടുക്കുകയും ചെയ്താൽ അപ്പോഴേ അതിൻ്റെ ഗുണം ഉണ്ടാവുള്ളൂ. നമ്മളൊരു പഴയ കാലത്ത് കണ്ടില്ലേ, ഒരാൾ പോയി വഅദ് പറഞ്ഞാൽ ആ വഅദിനിക്ക് നല്ല ഗുണമുണ്ടായിരുന്നു. കാരണം പറയുന്ന ആൾ വിശുദ്ധനായിരുന്നു. ആ വിശുദ്ധരാവുന്ന ആളുകൾ പറയുമ്പോൾ അതിനിക്ക് അതിൻ്റെ തഅ്സീറുണ്ടാവും. അവർക്ക് ഭൗതികമായ താല്പര്യങ്ങളൊന്നുമില്ലായിരുന്നു. ഇന്നിപ്പോൾ എത്ര വഅദ് കേട്ടിട്ടും ആരും നന്നാണില്ല. എന്താ കാരണം? പറയുന്നവൻ്റെ പിന്നുള്ള വിശുദ്ധി നഷ്ടപ്പെട്ടു പോയി, പറയുന്നവൻ്റെ ലക്ഷ്യം മാറിപ്പോയി, കേൾക്കുന്നവൻ്റെ ഹൃദയവും മോശമായിപ്പോയി. അപ്പോൾ നമുക്ക് ഏറ്റവും പ്രധാനമായിട്ടുള്ളത് തഖ്വയാണ്. അപ്പോൾ തഖ്വയിൽ അധിഷ്ഠിതമായ നിലക്ക് ഈ ശരീഅത്തിന്റെ ഇൽമുകളെ പഠിച്ച് ഹിഫ്ളിനെ വേണ്ടതുപോലെ ഉണ്ടാക്കി ആ ഖുർആനുമായി കൊണ്ടുള്ള ബന്ധം അത് മരിക്കുന്നത് വരെ കാത്തു സൂക്ഷിക്കാൻ നിങ്ങളൊക്കെ ബാധ്യസ്ഥരാണെന്ന് പ്രത്യേകമായി ഓർമ്മപ്പെടുത്തിക്കൊണ്ടിട്ട്, മഹാന്മാരാവുന്ന പല ഉസ്താദന്മാരും പ്രസംഗകരൊക്കെ ഇവിടെ പ്രസംഗിക്കാണ്ടായതുകൊണ്ടിട്ടും
അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ സ്ഥാപനത്തിനെ ഉയർച്ചയിൽ നിന്നും ഉയർത്തട്ടെ. ഈ സ്ഥാപനത്തിനു വേണ്ടി പ്രവർത്തിക്കുന്ന എല്ലാവർക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ നിലക്കുള്ള ഖൈറിനെയും ബർക്കത്തിനെയും പ്രദാനം ചെയ്യട്ടെ. ഈ സ്ഥാപനത്തിൽ നിന്ന് ഹാഫിദീങ്ങളായും കൊണ്ടും ആലിമീങ്ങളായും കൊണ്ട് ഇറങ്ങുന്ന എല്ലാവരുടെയും ഖിദ്മത്തിന് അല്ലാഹു ഖബൂൽ ചെയ്യട്ടെ.